പ്രിയ സഹോദരൻ, ഇതെന്തൊരു കഥയാണ്. ഇന്ന് ആർക്കും ഒരു മാനവും നാണവും ഇല്ല. പ്രത്യേകിച്ച് ചില സ്ത്രീകൾക്ക്. ഇന്ന് ഞാൻ കണ്ട വീഡിയോ, ഒരു പെങ്കൊച്ച് റീനിയാൻ ജോർജോ എന്തോ കൊള്ളാം, ആ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ പബ്ലിഷ് ആവും, അങ്ങനെയാണ് ഫേമസ് ആവും. എന്താണ് ഈ റീനിയാൻ ജോർജ് എന്ന് പറയുന്ന പെണ്ണ്? എനിക്ക് 100 ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടെ മാങ്ങ കാണിക്കുകയും കേക്ക് കെട്ടുകയും ചെയ്ത പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫിലിമിലോട്ട് ആരാണ്ട് പിടിച്ച മോൻ കാണിച്ചെന്ന് പറയുന്നു. ഏതായാലും കൊള്ളാം. ഈ പെങ്കൊച്ചിന് മാതാപിതാക്കന്മാരില്ലയോ? ഇത്രയും സംഭവം അബോർഷൻ നടത്തി വലിയ സീരിയസ് ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകാർ ജോബിയെ കൊണ്ട് ഗുളിക ധരിച്ചു. 2 മാസം കഴിയുന്നതിന് മുമ്പ് കഴിക്കേണ്ട ഗുളിക 3 മാസം കഴിഞ്ഞപ്പോഴാണ് തന്നത്. ബ്ലീഡിങ് ഉണ്ട്, എല്ലാ റിപ്പോർട്ടും കയ്യിലുണ്ട്. ഇതാരുടെ കുഴപ്പമാണ്? നീ വിവാഹം കഴിക്കാതെ ഒരു പുരുഷൻ്റെ മുന്നിൽ അവൻ പീഡിപ്പിച്ചെന്ന് പറയുന്നത്, പീഡിപ്പിക്കാൻ നീ പോയി കിടന്നു കൊടുത്തിട്ടല്ലയോ? അവൻ വിളിച്ചെടുത്ത് പലയിടത്തും പോയി നീ കിടന്നു കൊടുത്തു. എന്നിട്ടോടി പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, ഒരു അബോർഷൻ നടത്തി, സീരിയസ് ആയി എന്നെല്ലാം ചരിത്രമായി. പെങ്കൊച്ചിന് മാതാപിതാക്കന്മാരില്ലയോ? എന്താണ് ജീവിതം ഇവർക്ക് വല്ലതും അറിയാമോ? ഈ മാതാപിതാക്കന്മാർക്ക് തൻ്റെ മകളെക്കുറിച്ചൊരു ചിന്തയില്ലയോ? എന്താ ഈ പ്രശ്നങ്ങൾ? നിങ്ങൾ മാതാപിതാക്കന്മാർ ഇടപെടുവീൻ. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പെങ്കൊച്ച് ഇങ്ങനെയൊക്കെ ചാടുന്നതിന് മുമ്പായിട്ട് മാതാപിതാക്കന്മാർക്ക് അറിയത്തില്ലയോ? ആ പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. 1 ആഴ്ച 2 ആഴ്ച കൂടെ നിന്നുള്ളൂ പറയുന്നു. എന്തായാലും കൊള്ളാം. ഏത് കായാലും ഇന്ന് സ്ത്രീജനങ്ങൾ എല്ലാവരും അല്പം പക്വത പാലിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പോക്ക് മുന്നോട്ട് ശരിയാകത്തില്ല. ഞാൻ പറയട്ടെ, കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് 2 വയസ്സുള്ള പെങ്കൊച്ച് അപ്പൻ്റെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങി. അവളെ കാണാനില്ല. ഒരുത്തൻ പൊക്കിയെടുത്തോണ്ട് പോയി പീഡിപ്പിച്ചു. അത് ചോദ്യം ചെയ്യാൻ അതിൻ്റെ മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ പെങ്കൊച്ച് ഇത്രയും പ്രശ്നമുണ്ടാക്കി. പെങ്കൊച്ചോ രാഹുലോ എന്തുമായിട്ട് ഒരുത്തരും മാതാപിതാക്കന്മാരുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അല്ലെങ്കിൽ അവർ പുറത്ത് വരട്ടെ, അവർ പുറത്ത് വന്ന് അന്വേഷിക്കട്ടെ ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള വിവരം. ഇതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പൊക്കം. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയവും മതവും രാഷ്ട്രീയക്കാർക്ക് എന്തും വിളിച്ചു പറയും. വായിൽ വരുന്ന കോരയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർക്കും മതക്കാർക്കും എന്തും വിളിച്ചു പറയാം. എന്നാൽ ഒരു സാധാരണക്കാരന് അവൻ്റെ അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ നേതാവ് കേസ് കൊടുത്ത് അകത്താക്കും. ഇവിടെ പെണ്ണിനെ അപമാനിച്ചു. ഇന്ന് ആ പെണ്ണ് തന്നെയാണെന്ന് തോന്നുന്നു ചാനലിരുന്ന് പ്രഹസനം നടത്തുന്നത്. അവളുടെ മുഖം കാണിച്ചു, അപമാനിച്ചു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. സഹോദരങ്ങളെ, കേരളം നാശത്തിലേക്കല്ല, നശിച്ചു എന്ന് വേണം പറയാൻ. രാഷ്ട്രീയക്കാർ പൊതുജനങ്ങളെ അങ്ങ് വാരിക്കോരി തലയിൽ വച്ചിരിക്കുക. ഹോസ്പിറ്റൽ പണിത് പൂർത്തിയാകുന്നതിനുമേ ഇനാഗുറേഷൻ നടത്തുക. ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയെ കിടത്താനുള്ള റിക്കവറി റൂമിൽ എന്തുകൊണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഹോസ്പിറ്റൽ പണിതതിൻ്റെയാണ്. എല്ലാം നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മൾ ഇനിയും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല.